അപ്പൊ നിങ്ങളൊന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്. അള്ളാഹു അക്ബർ എന്ന് വെച്ചാൽ അള്ളാഹു വലിയവനാണ്. അതെ. പിന്നെ അടുത്തത് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാതെ വേറെ ഒരാളില്ല, ആരാധനക്കർഹനായി മറ്റാരും ഇല്ലാന്ന്. അപ്പൊ പിന്നെ കൃഷ്ണനും രാമനൊക്കെ പിന്നെ മാങ്ങ പറിക്കാൻ പോകും. അത് വേറൊരാൾക്കാരെ മതല്ലടോ. അപ്പൊ നിങ്ങൾ ആ ദൈവങ്ങളെ അവഹേളിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എവിടെ? അത് ഓരോരുത്തരെ ദീനല്ലേ. ഇവിടെ കൃഷ്ണനും ഇവിടെ രാമനും ഇവിടെ ബ്രഹ്മാവും ഉള്ളപ്പോ നിങ്ങൾ 5 നേരം മൈക്ക് കെട്ടിയിട്ട് വേറെ ദൈവമൊന്നും ഇല്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തെണ്ടിത്തരല്ലേ? നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾ ബാങ്ക് ഒന്ന് കൊടുത്തേ. എന്താണ് സുഹൃത്തെ കാര്യം? ആ ടോപ്പിക്കില് നിങ്ങൾ എന്തെങ്കിലും പറയല്ലേ? കാര്യം തന്നെ ഈ പറയണത്. നിങ്ങൾ മലയാളത്തിലൊന്ന് ബാങ്ക് കൊടുത്തേ. മലയാളത്തിൽ എങ്ങനെ ആരിഫ ബാങ്ക് കൊടുക്കാം? അള്ളാഹു അല്ലാതെ വേറെ ദൈവമൊന്നും ഇല്ലേ ഒന്ന് വിളിച്ചു പറഞ്ഞേ. അങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടോ? അതന്നെയല്ലേ ഞാനും ചോദിക്കണത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ തെറ്റല്ലേ? അതെങ്ങനെ തെറ്റാവാ? അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ തെറ്റാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? എല്ലാവർക്കും എല്ലാവരുടെ മതത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് അവനവന്റെ റൈറ്റ് ആണ്. അതെ പറയണേ. അള്ളാഹു അല്ലാതെ വേറെ ദൈവമൊന്നും ഇല്ലേ? നിങ്ങളൊന്ന് വിളിച്ചു പറയൂ. പിന്നെന്താ എനിക്ക് പറയുന്നതിന് എന്താ? ഒന്ന് പറഞ്ഞേ. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പൊ പിന്നെ ശിവനും രാമനും ഒക്കെ എന്താ മാങ്ങ പറിക്കുകയാണെന്നല്ലേ ഞാൻ ചോദിച്ചത്? നിങ്ങൾ 5 നേരവും അവഹേളനമല്ലേ നടത്തുന്നത്? എന്താ അവഹേളനോ? വേറെ ദൈവമില്ലേ എന്ന് ഉള്ള അലറി വിളി, അതൊരു അവഹേളനല്ലേ? അലറി വിളി അല്ലേ? എന്ത് അലറി വിളിക്കുന്നതല്ലേ ബാങ്ക് വിളിക്കുക? ബാങ്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അവഹേളന. പിന്നല്ലാതെ വേറെ ദൈവമൊന്നുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അവഹേളനല്ലേ? പിന്നെ രാമനും കൃഷ്ണൻ എന്താ ഇവിടെ ചെയ്യുന്നത്? മറ്റുള്ളവര് അവിടെ കൊണ്ട് നടക്കുന്ന സാധനത്തെ ഇല്ല എന്ന് പറയാൻ നിങ്ങളാരാണ്? അപ്പൊ ഞാൻ എന്റെ ബാങ്ക് വിളിച്ചാൽ നിങ്ങളപ്പോ വിമർശിക്കണതിന് അത് എന്റെ സൗകര്യമല്ലേ? അതെങ്ങനെയാണ് മറ്റുള്ള ഒരു കമ്മ്യൂണിറ്റിനെ ഈ ഡിങ്കനുമായിട്ടൊക്കെ ഉപമിക്കാന്ന് പറയുമ്പോ അത് ശരിയാണോ? അതായത് രാമനും കൃഷ്ണനും ഇവിടെ ഉള്ളപ്പോ അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ എന്ന് നിങ്ങൾ തെണ്ടിത്തരാണ് പറഞ്ഞത്. വിശ്വാസമല്ലടോ. അതെന്നെ പറയണേ. എന്റെ വിശ്വാസമാണ് ഡിങ്കനാണ് ദൈവം. എന്റെ വിശ്വാസമാണ് ഡിങ്കനാണ് ദൈവം. ലാ ഇലാഹ ഇല്ലാ ഡിങ്ക, ലാ ഇലാഹ ഇല്ലാ ഡിങ്ക. വിശ്വാസം. മുഹമ്മദ് നബിയുടെ വാപ്പയമ്മ മുസ്ലിമാണോ? മുസ്ലിം അല്ല. എന്നാ പിന്നെ അത് വീട്. വെറുതെ എന്തിനാ ആ നരകത്തിൽ കിടക്കുന്നവർ അവിടെ കിടന്നോട്ടെ. ബാങ്കിന്റെ കാര്യം തെണ്ടിത്തരല്ലേ മുസ്ലിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ ശിവനും കൃഷ്ണനൊക്കെ ഇവിടെ ഇങ്ങനെ നിരന്നിങ്ങനെ ഇരിക്കുമ്പോ 30 മുക്കോടി ദൈവങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുന്നത് തെണ്ടിത്തരല്ലേ? നമസ്കാരം. എല്ലാ ദിവസവും ചുറ്റുവട്ടത്തുനിന്ന് ബാങ്ക് വിളി കേൾക്കുമായിരുന്നു. അറബിയിലായതുകൊണ്ട് ഇതെന്താണ് അർത്ഥമെന്ന് മനസ്സിലായിട്ടില്ല. എക്സ് മുസ്ലിങ്ങൾ വന്നു, ആരിഫ് ഹുസൈൻ വന്നു, ജാമിദ ടീച്ചർ വന്നു. അറബിയിലുള്ളത് മലയാളത്തിൽ പറഞ്ഞു തരാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ മതേതരത്വമോ ജനാധിപത്യമോ ഒന്നുമില്ലെന്നും എന്റേതു മാത്രം ശരി എന്ന് പറയുന്ന അപകടമാണ് ഇസ്ലാം എല്ലാ ദിവസവും മൈക്കിലൂടെ നമ്മളോട് വിളിച്ചു പറയുന്നത്. ഈ തിരിച്ചറിവ് ഹിന്ദുവിന് ഒട്ടുമില്ലാതെ പോകുന്നത് ശബരിമലയിലാണ്. ഞങ്ങൾ ശബരിമലയിൽ പോയ സമയത്ത് എരുമേലിയിൽ വാവര് പള്ളിയിൽ എഴുതി വെച്ചിരിക്കുക അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവവുമില്ല. ഇത് വായിച്ചുകൊണ്ട് നാണമില്ലാത്ത ഹിന്ദു അവന്റെ കയ്യിലെ കുരുമുളകും പണവും അവിടെ കൊടുക്കുകയാണ്. അള്ളാഹുവിന് മാത്രമേ ആരാധനയുള്ളൂ എന്ന് വിളിച്ചു പറയുകയും എഴുതി വെക്കുകയും ചെയ്ത അവിടെ വിഗ്രഹാരാധന പാപമാണെന്ന് വിശ്വസിക്കുകയും വിഗ്രഹാരാധകന് നരകമാണ് ശിക്ഷ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് ഒരു ഉളുപ്പുമില്ലാതെ വിഗ്രഹാരാധന്റെ പൈസ വാങ്ങാം. അപ്പൊ വിഗ്രഹാരാധന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുവാനും കുരുമുളക് വാങ്ങുവാനും ഇസ്ലാം മതം തടസ്സമല്ല. പക്ഷേ ഈ പണവും കുരുമുളകും വാങ്ങി ഇസ്ലാമിന് ഹറാമായ അവൻ ധരിക്കാത്ത ഭസ്മവും വാങ്ങി പോകുന്ന ഈ നാണം കെട്ട അറിവില്ലാത്ത ഹിന്ദുവിനെ കാണുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ അവിടെയാണ് കൃത്യമായിട്ട് അറബി മലയാളത്തിൽ പറഞ്ഞു തരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. നമ്മൾ ഓൾസോ എന്ന് പറയുന്നവരാണ്. ഇത് ഓൺലിയാണ്. നിനക്കും ദൈവമുണ്ട്, എനിക്കും ദൈവമുണ്ട്. 33 കോടി ദൈവങ്ങളിൽ വിശ്വസിച്ചവനാണ് ഹിന്ദു. അതുകൊണ്ട് എല്ലാവർക്കും അവനവന്റെ ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ചാത്തനും കരിങ്കുട്ടി ചാത്തനുമുണ്ട്, കാളിയും ഭദ്രകാളിയുമുണ്ട്, ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും കാടാമ്പുഴ ഭഗവതിയുമുണ്ട്. എല്ലാ ദൈവങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തു. ദൈവങ്ങളുടെ പേരിൽ ഒരു സംഘർഷവും ഇല്ലാത്തവനാണ് ഹിന്ദു. ഗ്രന്ഥങ്ങളുടെ പേരിൽ സംഘർഷമില്ലാത്തവനാണ് ഹിന്ദു. 33 കോടി ദൈവങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ ദൈവമാണ് നല്ലത്, ഈ ദൈവം അത്ര പോരാ എന്നൊരു ഹിന്ദുവും പറയാറില്ല. ശബരിമലയിലേക്ക് പോകുന്ന ഹിന്ദുക്കൾ അത് കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനും ഉണ്ടാവും, പുലയനും പറയനും നായരും നമ്പൂതിരിയും ഉണ്ടാവും. ഒറ്റക്കെട്ടായിട്ടാണ് അവർ. ഒരു ബസ്സിലാണ് പോകുന്നത്. അവർ പരദേവതയുടെ ക്ഷേത്രത്തിലും കയറും, ശിവന്റെ ക്ഷേത്രത്തിലും കയറും, കുട്ടിച്ചാത്തന്റെ ക്ഷേത്രത്തിലും കയറും. അങ്ങനെ 100 കണക്കിന് ക്ഷേത്രങ്ങൾ കയറിയിട്ടാണ് ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ പേരിൽ സംഘർഷങ്ങളില്ല. എന്നാൽ
എല്ലാ ദിവസവും ബാങ്ക് വിളിക്കുമ്പോൾ പറയുന്നു അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല. ഇതെനിക്ക് മനസ്സിലായത് എൻ്റെ വീട്ടിൽ ഒരു ബുക്ക് കൊണ്ട് തന്നു. മുജാഹിദ് ബാലുശ്ശേരിയുടെ വിശുദ്ധം എന്ന പ്രസ്ഥാനം. ജീവിതം എന്തിന് എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ചെറിയൊരു പുസ്തകമാണ്, ഒരു 10 വർഷം മുമ്പാണ്. അതിന്റെ 36-ാമത്തെ പേജിൽ പറഞ്ഞ കാര്യം വായിച്ചപ്പോൾ ഭയന്നുപോയി. ആർക്കെല്ലാം നരകം കിട്ടും? ഒരു 10-16 ടൈപ്പ് ആളുകൾക്ക് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒന്നാമത്തേത്, ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം, വിഗ്രഹാരാധകന് നരകം. അതായത് ശ്രീനാരായണ ഗുരുദേവന് നരകമാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ, മഹാത്മാഗാന്ധിക്കും നരകമാണ്. സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം, മദ്യപാനിക്ക് നരകം, ഹറാമായ ഭക്ഷണം കഴിക്കുന്നവന്, പന്നിയുടെ മാംസം ഭക്ഷിക്കുന്ന ഉമ്മൻചാണ്ടിക്ക്, AK ആന്റണിക്ക്, ഉമ്മൻചാണ്ടി മരിച്ചുപോയി, അദ്ദേഹത്തിന് ഇസ്ലാം മത വിശ്വാസപ്രകാരം നിത്യ നരകമാണ്. പന്നിയുടെ മാംസം ഭക്ഷിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും നരകമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ബുക്ക് ഹിന്ദു വീടുകൾ കൊണ്ടുചെന്ന് കൊടുക്കുക. ഒരമ്പലത്തിൽ വെച്ച് നടന്ന സംവാദത്തിന്റെ ഒരു CD-യും ആ സംവാദത്തിൽ അമ്പലത്തിൽ ക്ഷണിച്ചത് തന്നെ തെറ്റായത്. ഈ മതേതരത്വം തലക്ക് പിടിച്ച വിഡ്ഢികളായിട്ടുള്ള ഹിന്ദു കമ്മിറ്റിക്കാര് ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അമ്പലത്തിൽ പ്രസംഗിച്ച് വിഗ്രഹാരാധനയ്ക്കെതിരെ സംസാരിക്കുക. വിഗ്രഹാരാധന ചെയ്യുന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് വിഗ്രഹാരാധന പാപമാണ്, നിനക്ക് നരകത്തിൽ പോകേണ്ടവനാണ് നീ എന്ന് പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി പറയുന്നവരെ കൊണ്ടുവന്നിട്ട് അമ്പലത്തിൽ പ്രഭാഷണം നടത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അധപ്പതിച്ചു പോയിരിക്കുന്നു നമ്മുടെ പല മതേതര ക്ഷേത്ര കമ്മിറ്റിക്കാരും എന്ന് ദുഃഖത്തോടുകൂടി ഓർത്തു പോവുകയാണ്. അതുകൊണ്ടാണ് ആരെയും വെറുക്കാൻ പഠിപ്പിച്ചതല്ല നമ്മുടെ സംസ്കാരം. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പ്രാർത്ഥിച്ചവരാ നമ്മൾ. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു പതിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് 33 കോടി ദൈവങ്ങൾ ഉണ്ടായിരുന്നിട്ടും അള്ളാഹുവിന്റെ മതവുമായിട്ട് മാലിക് ദീനും കൂട്ടരും ഈ മണ്ണിൽ വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിതു കൊടുത്ത ഹിന്ദുവിന്റെ മുഖത്തു നോക്കി 5 നേരം വിളിച്ചു പറയുകയാണ്, നിന്റെ ശിവനും നിന്റെ ഗുരുവായൂരപ്പനും നിന്റെ ബ്രഹ്മാവൊന്നും ദൈവമേയല്ല, ആരാധനയ്ക്ക് ഒരൊറ്റ ദൈവമേ ഈ ഭൂമിയിലുള്ളൂ, മനുഷ്യരാശിക്കുള്ളൂ, അത് അല്ലാഹു മാത്രമാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഭീകരവാദം എന്നറിയുക. ഈ വീഡിയോ നമ്മൾ കേൾക്കുക. ആരിഫ് ഹുസൈന്റെ പല അഭിപ്രായങ്ങളോട് നമുക്ക് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവാം. അദ്ദേഹം വളരെ ശക്തമായ രീതിയിലും വളരെ നിന്ദിക്കുന്ന രീതിയിലൊക്കെ ഇസ്ലാമിനെ കാണുന്നുണ്ട്. പലതിനോടും നമുക്ക് അഭിപ്രായ വിയോജിപ്പുകൾ ഉണ്ടാവാം. പക്ഷേ ചില ആശയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടുന്നു. അറബി അറിയാവുന്ന ഒരാളും ആരിഫ് ഹുസൈനോട് സംസാരിക്കുവാൻ തയ്യാറല്ല. ഇസ്ലാമിക പ്രബോധകന്മാർ ആരിഫ് ഹുസൈന്റെ പേര് കേൾക്കുമ്പോൾ വിറക്കുകയാണ്. ഇങ്ങനെ സാമാന്യ മുസ്ലിങ്ങളാണ് ഇദ്ദേഹത്തെ വിളിക്കുകയും തെറിവിളിക്കുകയും സംവദിക്കുകയൊക്കെ ചെയ്യുന്നത്. MM അക്ബറോ മുജാഹിദ് ബാലുശ്ശേരിയോ ഷൈഖ് മുഹമ്മദ് കാരക്കുന്നോ ഇവർ ഈ ആരിഫ് ഹുസൈന്റെ പേര് കേട്ടാൽ വിറക്കുന്നു. കാരണം എന്തുകൊണ്ടാ? നമ്മളെ പറ്റിക്കാൻ കഴിയും, നമുക്ക് അറബി അറിയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരുടെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി വരുമെന്ന്. അതൊക്കെ ചിദാനന്ദപുരി സ്വാമി മഞ്ചേരി സംവാദത്തിൽ MM അക്ബറെ ദയനീയമായി തോൽപ്പിച്ചതിന് ശേഷം ആ പരിപാടിയൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പൊ മുജാഹിദുകളുടെ സംവാദം എങ്ങനെയാണെന്ന് അറിയണ്ടേ? അവർ തന്നെ സംവദിക്കുക. ഞങ്ങളുടെ ഇവിടെ വാണിമേലിലും കല്ലാച്ചിയിലും നാദാപുരത്തൊക്കെ സംവാദം ഉണ്ടായിരുന്നു. മുജാഹിദിന്റെ 2 നേതാക്കന്മാർ സ്റ്റേജിൽ വരിക, ആശയ സംവാദം എന്ന് പറയാം, അവർ തന്നെ സംവദിക്കുക അവരെ കുറിച്ച്. എന്നിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടി. മറിച്ച് തന്റെ മതത്തിന്റെ ആശയത്തിന് കരുത്തുണ്ടെങ്കിൽ ആ കരുത്ത് ആരിഫ് മുഹമ്മദിനെ പോലെയുള്ള ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളോട് സംസാരിക്കുവാനുള്ള ധൈര്യമാണെന്ന് അറിയണം. അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക, ആരോഗ്യകരമായ ആശയങ്ങൾ നടത്തുക. ഇസ്ലാമിലെ നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ ഹിന്ദുവിന് കഴിയും. ഇസ്ലാമിനെ, ക്രിസ്ത്യാനിയെ, ജൂതനെ, പാഴ്സിയെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ, ഹിന്ദുവിനിട്ട് നിരന്തരം പണി കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ എല്ലാം സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന ആ വിശാലമായ ഹിന്ദു 80% ഇന്നും ജീവിക്കുന്ന ഈ മണ്ണിൽ 20 കോടി വരുന്ന നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാർ വിശ്വസിക്കുന്നു ശിവൻ ദൈവമല്ല, കൃഷ്ണൻ ദൈവമല്ല എന്ന് വിശ്വസിക്കുന്നു. അതാണ് ഭീകരവാദം എന്ന് നാം കൃത്യമായിട്ട് തിരിച്ചറിയണം. നന്ദി, നമസ്കാരം.